ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ ചായയുടെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ഈ കൊറോണ ടൈമിൽ നമുക്ക് ഷോപ്പിലൊക്കെ പോയി മേടിക്കാൻ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വെരി സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാറാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് ചോറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു കപ്പിൻ്റെ അളവിലാണ് നമ്മുടെ ചോറ് മെഷർ ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ ഏതെങ്കിലും ഒരു വലിയ ഗ്ലാസ്സിൽ എടുത്താലും മതിയാകും. നിങ്ങൾ എടുക്കുന്ന ചോറിനനുസരിച്ചിരിക്കും നമ്മുടെ ആ സ്നാക്കിൻ്റെ എണ്ണം. അപ്പോൾ ഈ ഒരു കപ്പിന് ഞാൻ 1.5 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ 1.5 കപ്പാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലും എടുക്കാം. അതിനനുസരിച്ച് തന്നെ നമ്മൾ ചേർക്കുന്ന പൊടികളുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ജാറിലോട്ട് നമ്മുടെ ഈ 1.5 കപ്പ് ചോറൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് പരുവത്തിലാകും. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് 1/2 കപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ പറയാനൊരു കാര്യം വിട്ടുപോയി. ഞാനിവിടെ നമ്മുടെ ചുമന്നരിയിലെ ആ ഒരു അരിയുടെ ചോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി വെന്തതല്ല, എങ്കിലും അത്യാവശ്യം നമ്മൾ കഴിക്കുന്നത് തന്നെയാണ്. ഏതരിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെള്ളേരി ആണെങ്കിൽ ഇത്തിരി നല്ലതാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ഒന്ന് എല്ലാം കൂടെ മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതേ കണ്ടില്ലേ, നമ്മുടെ ഒരു മാവിൻ്റെ കൂട്ടിയിരിക്കും. അപ്പോൾ ഒരു വൈറ്റ് കളർ കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു നല്ല ഒട്ടും കേട്ടോ, നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ഒന്ന് കാണിച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ഈ പൊടികൾ നമ്മുടെ വീട്ടിലെ എല്ലാ വീട്ടമ്മമാരുടെയും കയ്യിലുള്ളത് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഇത് മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മാത്രം ചേർത്താൽ മതിയാകും, ഒത്തിരി ഒന്നും ചേർക്കണ്ട. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനും കളറിനൊക്കെ അനുസരിച്ച് ചേർക്കുക, ഒത്തിരി എരിവാകരുത്. അപ്പോൾ ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു കൂട്ടുകാരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ പ്രസ് ചെയ്ത് ഒന്ന് വെക്കണേ പ്ലീസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. വലിയ പാടൊന്നുമില്ല. നമുക്ക് വീട്ടിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോറ് വെച്ച് നമുക്ക് ഇത്രയും ഉപകാരപ്രദമായ സ്നാക്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം കേട്ടോ. ഓയിൽ എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ നമുക്കൊരു 1.25 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. വളരെ കുറച്ച് മതി. ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഓയിലും കൂടെ ചേർക്കണം. ഓയിലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ആ വൈറ്റ് കളറൊന്നും കാണരുത്, അതുപോലെ കുഴച്ചെടുക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്നും കൂടെ ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഓയിലിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ കണ്ടില്ല, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുക. കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുമെങ്കിലും സാരമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു കുഴലില്ലേ, ആ കുഴലാണ് വേണ്ടത്. അപ്പം ഇടിയപ്പത്തിൻ്റെ ആ സംഭവത്തിലേക്ക് ഞാനിവിടെ മുറുക്കിൻ്റെ ചില്ലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരും ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് കയ്യിലുള്ള ജില്ല വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മുറുക്കിൻ്റെ ജില്ലാണ് എടുത്തിട്ടുള്ളത്.
ഞാൻ ആ കൊള്ളിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മാവ് ഫുള്ളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ചോറ് വളരെ കുറച്ച് എമൗണ്ടിലാണ്. എന്നിട്ട് നമുക്കിതാ ആ ഒരു വട്ടം നമുക്ക് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാനേ ഉള്ളൂ. ഒരു വട്ടം നമുക്ക് ആ ഒരു കൊള്ളിൽ നിറയ്ക്കാവുന്നതേ ഉള്ളൂ അത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കടായിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. വെറുതെ ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരില്ലേ, അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഇതായി കണ്ടില്ലേ, ഞാൻ മുറുക്കിൻ്റെ ഷേപ്പിലാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മുറുക്കിൻ്റെ കിട്ടിയില്ല. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഷേപ്പിൽ ചെയ്യാൻ പറ്റുന്നത്രോളം നിങ്ങൾ ചെയ്യുക. മുറുക്കിൻ്റെ ആണെങ്കിൽ ഇത്രയും നല്ലതായിരിക്കും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എണ്ണ ഞാൻ ഓയിൽ കുറച്ചേ ഒഴിച്ചു തരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഓയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന്, ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് സാധാ പേപ്പറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഓയിലൊക്കെ കളഞ്ഞിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വൈകിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ. ഈ കൊറോണ ടൈമിൽ ഷോപ്പിലൊക്കെ പോകുന്നതിലും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഒന്ന് ചെയ്യണേ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരും. അതുവരെ ബൈ.